ഹലോ, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ നമ്മുടെ SSC-MTS 2025 എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും. എക്സാം നീട്ടി വെക്കുമോ, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡൗട്ടുകളുമായിട്ട് ഇരിക്കുകയായിരിക്കും നിങ്ങളെല്ലാവരും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എക്സാമിന് എത്ര ടൈം ഉണ്ട്, എപ്പോഴായിരിക്കും നമ്മുടെ എക്സാം, ഇനി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി, ഇനി ഏതൊക്കെ പോയിന്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാലായിരിക്കാം ഇനി വരുന്ന എക്സാമിന് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC എല്ലാവർക്കും അറിയാം, SSC-MTS 2025 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ന്യൂമറിക്കൽ എബിലിറ്റി അതേപോലെ റീസണിങ് എബിലിറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ളത്. അപ്പോൾ അതിൽ എത്ര ക്വസ്റ്റ്യൻ ആണ്? 20 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ എബിലിറ്റി, 20 ക്വസ്റ്റ്യൻ റീസണിങ് എബിലിറ്റിയിലുണ്ട്. അപ്പോൾ 40 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് സെഷനിലുള്ളത്. ആ 40 ക്വസ്റ്റ്യനിൽ 60 മാർക്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇതിന് ജസ്റ്റ് പാസ് മാർക്ക് മാത്രം നിങ്ങൾ നേടിയാൽ മതി. ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെഷൻ. അതായത് ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ മാത്സ്, ന്യൂമറിക്കൽ എബിലിറ്റി, QAക്ക് മാത്സിനും റീസണിങ്ങും ഇനിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ അത്ര ഒരുപാട് ടൈം ഈ 2 പോർഷൻസ്, ഈ 2 സബ്ജക്റ്റിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ കൊടുക്കരുത്. കാരണം നമ്മുടെ എക്സാമിനുള്ള ബാക്കി നമുക്ക് മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള ടോപ്പിക്കുകൾ പിന്നീട് കിടക്കുകയാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ ഈ QAക്കും റീസണിങ്ങിനും ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ. അപ്പൊ അത് ക്വാളിഫയിങ് മാത്രമാണ്. അത് മാത്രമല്ല, ഏറ്റവും നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ QAക്കും റീസണിങ്ങിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതിന് സെക്ഷണൽ ബേസിൽ അത് ഫുള്ളും കൂടി 40 ക്വസ്റ്റ്യനും കൂടിയിട്ട് നിങ്ങളൊരു 12 മാർക്ക് സ്കോർ ചെയ്താൽ മതി. 12 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിനനുസരിച്ച്, അതായത് ആ ഒരു റേഞ്ച് മാത്രം കൊടുത്ത് QAയും റീസണിങ്ങും നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള കംപ്ലീറ്റ് ഫോക്കസ് നിങ്ങൾ എവിടെ കൊടുക്കുക? ഇംഗ്ലീഷിനും GKക്കും കൊടുക്കുക. കാരണം അതാണ് നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അധികം ടൈം ഇല്ല നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യാനുള്ളത്? ജസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോൾ മാത്രം റീസണിങ്ങും അതേപോലെ QA നോക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ റീസണിങ് QA നോക്കി ജസ്റ്റ് അതിന്റെ മൊക്കൾ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന പോയിന്റ് നമുക്കറിയാം, ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള സെക്ഷൻസ് ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷനാണ്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡേയ്സിൽ നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് എന്താ പറ്റുക? ആ ഒരു സ്കോർ ചെയ്യാൻ, അത് ഈ ഒരു QA ഉള്ള സെക്ഷൻ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പാസ് മാർക്ക് കിട്ടാനുള്ള ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തിൽ നിന്ന് കിട്ടും? ഈ ഒരു കുറച്ച് പോർഷൻസ് മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് നന്നായിട്ട് എടുത്ത് നോക്കുക. അല്ലാതെ റെഗുലർ ആയിട്ട് QAക്ക് റീസണിങ്ങിനും ഒരുപാട് ടൈം കൊടുക്കേണ്ട. ഓൾട്ടർനേറ്റ് മാത്രം QAയും റീസണിങ്ങും പഠിക്കുക. റീസണിങ് തന്നെ സീറ്റിംഗ് ഇൻ, അതേപോലെ കോഡിംഗ് ഡീകോഡിംഗ്, അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡിംഗ് ഡീകോഡിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം മതി ആ QA റീസണിങ്ങും ചെയ്ത്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്യാനുള്ള, ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെഷൻ ഏതാണ്? ജനറൽ അവയർനെസ് സെഷനും അതുപോലെ തന്നെ ഇംഗ്ലീഷ്. അപ്പൊ ഈ GKക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് GK ടോപ്പിക്സ്, SSCക്ക് MTSന് ഏതൊക്കെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് GK ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് ആ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. PYQs മാക്സിമം ചെയ്യുക, മാക്സിമം GK ക്യൂസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഹിസ്റ്ററി അങ്ങനെയുള്ള സെഷൻസിൽ നിന്ന് മാക്സിമം GK ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക നിങ്ങൾ. ഇംഗ്ലീഷിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത്രയും ആയിരിക്കും ഇംഗ്ലീഷിന് ഒരു പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇതായിരിക്കും. അപ്പോൾ ഡെയിലി ഈ ബേസിസിലാണ്. ഇതിൽ നിന്നുള്ള ഓരോ സെറ്റിൽ നിന്നും ഓരോന്ന് ചെയ്ത് പോകുക. ഇപ്പം ഇഡിയം, ആന്റണിംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പെല്ലിംഗ് ടെസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഉണ്ട്, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സെന്റൻസ് കറക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എറർ സ്പോട്ടിംഗ് ഉണ്ടാകും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഫില്ലേഴ്സ് ഉണ്ടാകും അല്ലെ, ഡബിൾ ഫില്ലർ, സിംഗിൾ ഫില്ലർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും.
അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ റെഗുലർ ആയിട്ട് ഡെയിലി ഒരു പാസേജ് വായിച്ച് അതിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ കുറച്ച് ടൈം കൂടിയുള്ളൂ നിങ്ങളുടെ എക്സാമിന്. പക്ഷെ ആ ഒരു കുറച്ച് ടൈമിൽ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് മൊത്തം 25 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ആ 25 ക്വസ്റ്റ്യൻസിനും കൂടി 3 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 75 മാർക്കാണ് മാക്സിമം. നിങ്ങൾ അറൗണ്ട് അതിലൊരു 69+ എങ്കിലും അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഡെയിലി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ഡെയിലി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്രയും സെറ്റും ഒരെണ്ണം വെച്ചെങ്കിലും ഡെയിലി ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പീഡും ഇമ്പ്രൂവ് ആകും. ആ ഇംഗ്ലീഷ് ചെയ്യാനുള്ള നിങ്ങൾക്ക് എന്താ ആ ഒരു പോസിറ്റീവ് സ്ട്രാറ്റജി ഇംഗ്ലീഷിനോട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. മാക്സിമം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ GK കേസിലും ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യുക. ഡെയിലി ഓരോ പോർഷൻസ് വെച്ച് GK നമുക്ക് 85% കൂടുതൽ അല്ലെങ്കിൽ 95% കൂടുതൽ GK കിട്ടാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം GK വാസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ഒരു 80+ അറ്റംപ്റ്റ് GK കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി GKക്കും ഇംഗ്ലീഷിനും വേണ്ടിയിട്ട് മാക്സിമം ടൈം അലോക്കേറ്റ് ചെയ്യുക. റീസണിങ്ങിനും QAക്കും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം 2 ദിവസം കൂടുമ്പോൾ മാത്രം റീസണിങ്ങിനും QAക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോക്ക് മാത്രം ചെയ്ത് നോക്കിയാലും മതി. ബട്ട് ഇംഗ്ലീഷിനും GKക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ എക്സാം എന്നത്തേക്കായിരുന്നു SSC MTS ഡേറ്റ് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 വരെ ആയിരുന്നു ഇതിനു മുൻപ് SSC MTSന്റെ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് SSC അവരുടെ ഒഫീഷ്യൽ നോട്ടീസ് ഇറക്കി. CGL എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞ് SSC ഒഫീഷ്യൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ CGL എക്സാം എന്നായിരുന്നു നടത്താനിരുന്നത്? CGL 13 ഓഗസ്റ്റിനായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് CGL സ്റ്റാർട്ട് ചെയ്യാനിരുന്നത്. അപ്പൊ അത് സെപ്റ്റംബർ 1ാമത്തെ ആഴ്ചയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അറൗണ്ട് 25 ദിവസത്തോളം നമുക്ക് CGLന് വേണ്ടി കിട്ടി. അപ്പൊ അതേ ഒരു പാറ്റേൺ ആയിരിക്കും SSC പിന്നീട് അങ്ങോട്ടുള്ള എക്സാംസും ഒക്കെ അതേപോലെ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകും നമുക്ക് നമ്മുടെ MTS സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും ടൈം പിന്നെയും നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് QAയും റീസണിങ്ങും നോക്കുക. ദെൻ ഡെയിലി റെഗുലർ ആയിട്ട് ഇംഗ്ലീഷിന് ഇത്രയും നോക്കാം. അതുപോലെ തന്നെ GKക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഡെയിലി നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇപ്രാവശ്യം തന്നെ അല്ലെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ MTS നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ടയർ നിങ്ങൾക്ക് എന്തായാലും അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. MTSന് ഈ വർഷം തന്നെ MTSന് ജോലിക്ക് കയറാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുക. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി ഇതിന്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഹൈ ലെവൽ ഡിഗ്രി ലെവൽ എന്തായാലും ക്വസ്റ്റ്യൻസ് വരില്ല. 10th ബേസ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ട് ഡെയിലി ബേസിസിൽ ഇംഗ്ലീഷിനും GKക്കും ടൈം കൊടുത്ത് തന്നെ പഠിക്കുക. ദെൻ QA ആൻഡ് റീസണിങ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ QA ആൻഡ് റീസണിങ്ങിന് ടൈം കൊടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും MTS നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് MTS നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു SSC MTS 2025 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങളുടെ എക്സാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യും. അതുപോലെ തന്നെ PVQ സെഷൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. സോ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ടൈം ഒട്ടും വേസ്റ്റ് ആക്കണ്ട. എക്സാം ഏത് നിമിഷവും വരും, എന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, എന്നാണ് ഡേറ്റ് എന്ന് നോക്കിയിരിക്കേണ്ട. എക്സാമിന് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക്